നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുമ്പിള്ളിശ്ശേരി മില്ലേനിയം ക്ലബിന്റെ സിൽവർ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മെഗാ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ടൂർണമെന്റ്. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. വാർഷിക ആഘോഷത്തിൽ പ്രതിഭകൾക്കുള്ള ആദരവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രോഗികൾക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ഡയാലിസിസ് തുകയും വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരുമ്പിള്ളിശ്ശേരി മില്ലേനിയം ക്ലബിന്റെ സിൽവർ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മെഗാ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ടൂർണമെന്റ്. ക്ലബ്ബ് രക്ഷാധികാരി ഡോക്ടർ സുന്ദരൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അതായത് സാധാരണ നമ്മുടെ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിനേക്കാളും ഒരു പടി മുകളിലായി കുറച്ച് സ്പീഡ് കൂടിയ ഉത്തരം ഗെയിമായിട്ട് ഇത് പുതിയതായിട്ട് അവതരിക്കുകയാണ്. ഇനി ഭാവി മുഴുവൻ സ്പീഡ് കൂടിയ കളികളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു കൂട്ടം ബാഡ്മിൻ്റൺ ലവേഴ്സ് ആണ് ഇതിന് പിന്നിലുള്ളത്. അങ്ങനെ ആ ഉദ്യോഗത്തിൽ പ്രസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലെയേഴ്സിനെയും ഞാൻ ഈ വേളയിൽ ആശംസിക്കുന്നതോടൊപ്പം ഈ ടൂർണമെൻറ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KS മോഹനൻ അധ്യക്ഷനായി. സെക്രട്ടറി PR രാജീവൻ, അനിൽ പട്ടത്ത്, റോഷൻ, KP വോഗീസ് എന്നിവർ സംസാരിച്ചു. ആദ്യ ദിവസത്തെ മത്സരങ്ങളുടെ സമ്മാനദാനം പ്രസിഡന്റ് KS മോഹനൻ നിർവഹിച്ചു. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. വാർഷിക ആഘോഷത്തിൽ പ്രതിഭകൾക്കുള്ള ആദരവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നല്ല സാംസ്കാരിക രംഗങ്ങളിൽ വളരെ മികവ് പുലർത്തിയ ഒരു പഞ്ചായത്താണ് ഈ വല്ലച്ചിറ പഞ്ചായത്ത് എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വളരെ പഴക്കം വന്നൊരു സ്കൂള് തൊട്ടടുത്ത് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണക്കാരായ തൊഴിലാളികളുടെ എല്ലാ മക്കളും പഠിക്കുന്നത് ആ സ്കൂളിലാണ്. ആ സ്കൂളിൽ നിന്ന് ജയിച്ച് ഈ സ്കൂളിലേക്ക് വരുന്നുണ്ട്. ഈ 62 വർഷമായിട്ട് തുടർച്ചയായി ഒരു ഓണാഘോഷം കൊണ്ടാടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ പഞ്ചായത്ത്. ഇവിടെ NV കൃഷ്ണവാര്യർ, അതുപോലെ തന്നെ വല്ലച്ചിറ മാധവൻ, പ്രിയനന്ദൻ, ശശിധരൻ തുടങ്ങി വിദ്യാധര മാസ്റ്റർ, ഉഷാറിഞ്ഞാർ, അഷ്ടമൂർത്തി തുടങ്ങി പ്രശസ്തരായ നാടാണ് ഈ വല്ലച്ചിറ. അങ്ങനെ ഒരുപാട് പേരും പെരുമയും നിറഞ്ഞ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിനകത്ത് തന്നെ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ആവുക എന്നുള്ളത് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. വിദ്യാഭ്യാസത്തിനോടൊപ്പം നല്ല മനുഷ്യരും നല്ല മനുഷ്യത്വമുള്ള വിദ്യാർത്ഥികളാവുക, അങ്ങനെയായി മാറിത്തീരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ലെവലിലെ സമ്മാനം ലഭിച്ചവര്, ജില്ലാ ഉപജില്ലാ മത്സര സമ്മാനം ലഭിച്ചവര്, അതിനോടൊപ്പമായിട്ട് നല്ല ഒരു പറ്റം വിദ്യാർത്ഥികളെ നമുക്ക് ലഭിച്ച ഒരു വർഷമാണ് ഈ 2026 കഴിഞ്ഞുപോയ 2025 വർഷം.
ഇതിനൊക്കെ നമുക്ക് നമ്മുടെ നല്ലൊരു സ്കൂളിൻ്റെ സാഹചര്യം 2 മാസം മുമ്പ് കോർപ്പറേറ്റ് മാനേജർ അച്ഛൻ വന്നപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളെ ടീച്ചർ പറഞ്ഞ ഒരു വാചകങ്ങളുണ്ടല്ലോ, ഞാനിപ്പോൾ സ്വർഗത്തിലാണെന്ന് ടീച്ചർ പറയുകയുണ്ടായി. ആണെങ്കിൽ അത്രമാത്രം അധ്യാപകരെ കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല വിദ്യാലയമാണ്. അതുപോലെ തന്നെ അധ്യാപകർ ചേർന്ന് നിൽക്കുന്ന നല്ല വിദ്യാർത്ഥികളും. അതിന് പ്രത്യേകിച്ചും അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാനേജറിൻ്റെ പേരിൽ പ്രത്യേകം ഈ വർഷത്തെ എല്ലാ പ്രവർത്തനം നന്ദി അറിയിക്കുകയാണ്. ബിഗ് ബോസ് താരം TA അനീഷ് മുഖ്യാതിഥിയായി. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്കൂളിലേക്ക് എനിക്ക് വരാനായിട്ട് സാധിച്ചതിൽ. അപ്പം കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരാഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച മുൻപ് നമുക്ക് കുറേ എൻക്വയറീസ് വരും. സ്കൂളിലേക്ക് വരണം, അനീഷേട്ടൻ വരുമോ, അല്ലെങ്കിൽ കോളേജിലേക്ക് അനീഷേട്ടൻ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. സംടൈംസ് നമുക്ക് അങ്ങനെ സാധിക്കാറില്ല. സാധിക്കാൻ പറ്റുന്നിടത്ത് പോവാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം മറ്റ് എന്ത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയാലും സ്കൂൾ കോളേജ് തലത്തിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്കൂളിലുള്ള കുട്ടികളായാലും കോളേജിലുള്ള കുട്ടികളായാലും അവർ നാളെയുടെ പ്രതിനിധികളാണ്. അല്ലെങ്കിൽ നാളെ എന്ന് പറയുന്ന ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ് ഈ സ്കൂൾ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനു മുൻപ് അമ്മാടം സ്കൂളിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇവിടേക്ക് വരികയാണ് ഉണ്ടായത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ എൻഡോമെന്റ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും നിർവഹിച്ചു. വാർഡ് മെമ്പർ വിൽസൺ പിടിയത്ത് സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ AJ പ്രിൻസി, പ്രധാനാധ്യാപിക AJ പ്രിൻസി, PTA പ്രസിഡന്റ് ബിജു തൃശൂക്കാരൻ, MPTA പ്രസിഡന്റ് ശ്രീജി പ്രസാദ്, അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ C സന്തോഷ് ജേക്കബ്, പല്ലിശ്ശേരി AUP സ്കൂൾ പ്രധാനാധ്യാപിക സാന്നിധ്യ, വല്ലച്ചിറ പള്ളി കൈക്കാരൻ ജോഫി ചിറ്റിലപ്പള്ളി, PTA വൈസ് പ്രസിഡന്റ് സിജോ എടപ്പള്ളി, OSA പ്രസിഡന്റ് KG ജിബിൻ, ഹയർ സെക്കൻഡറി വിഭാഗം ഫസ്റ്റ് അസിസ്റ്റന്റ് TJ ഷീജ, ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് അസിസ്റ്റന്റ് ബിന്ദു പുഷ്പം, അനധ്യാപക പ്രതിനിധി PD റോബസ്, സ്കൂൾ ചെയർപേഴ്സൺ മാസ്റ്റർ NS ജഗൻ, സ്കൂൾ ലീഡർ ആൻസി അറപ്പായി, ജനറൽ കൺവീനർ ജിഷ രാജീവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രോഗികൾക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ഡയാലിസിസ് തുകയും വിതരണം ചെയ്തു. കുട്ടികളിൽ സാമൂഹ്യ സേവന സന്നദ്ധത വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗഹൃദ NSS യൂണിറ്റുകൾ പ്രത്യേകം ഫണ്ട് സമാഹരിച്ചത്. ഉപജീവനം, കാരുണ്യസ്പർശം, പ്രഭ എന്നീ പേരുകളിലായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനം. അവശത അനുഭവിക്കുന്ന 2 നിർധനർക്കൊപ്പം ഒരു ഭിന്നശേഷി വിദ്യാലയത്തിനും വീൽചെയർ, വാക്കർ തുടങ്ങിയ ഉപകരണങ്ങളാണ് നൽകിയത്. ഡയാലിസിസിന് വിധേയരാകുന്ന 4 പേർക്കുള്ള ഒരു തവണത്തെ തുകയും ചടങ്ങിൽ കൈമാറി. വടകം ജയശ്രീ ഷാജൻ ചികിത്സാ സഹായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് അതിന് ഞാൻ വിളിച്ചിരുന്നു, എനിക്ക് വരാൻ പറ്റിയിരിക്കുകയാണ്. ഞാൻ CNM സ്കൂളിൻ്റെ NSS പരിപാടിക്ക് ഞാൻ മുന്നോട്ട് പോയിരുന്നു. അവിടുത്തെ കുട്ടികളെ 7 ദിവസം വീട് വിട്ട് നിന്ന് നേരത്തെ എഴുതിയ, പുറത്തു പോയി ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് വളരെ അഭിമാനം തോന്നിയ കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനമായ കാര്യം. ഇവിടെ നിന്ന് ഈ NSSന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഓരോ അറിവും നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ല ഉപകാരമുള്ളതായി, നല്ല മക്കളായി വളരാനും സമൂഹത്തിന് നല്ല മാതൃക കാണിക്കാനുമുള്ള മക്കളായി വളരാൻ. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷനായി. സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു സന്ദേശം. അത് ഈ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ സ്നേഹിക്കാനും കൂടെ നിർത്താനും കാണിക്കുന്ന ഒരു വലിയ, ഇതിപ്പോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വീൽ ചെയർ കൊടുക്കുന്നൊരു മറ്റേ നടക്കാൻ സഹായിക്കുന്ന ഒരു കൊടുക്കുന്നു, കുട്ടികൾക്ക് ചാടി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സാധനം കൊടുക്കുന്നു. ഒക്കെ ഇത് എല്ലാം NSSന്റെ വോളണ്ടിയേഴ്സും ഇവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ കൂടി പണം കണ്ടെത്തി ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഏറെ സന്തോഷമുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ പ്രീതി വർഗീസ്, പ്രധാനാധ്യാപിക ജില്ലി, NSS കോർഡിനേറ്റർ അനിത, സൗഹൃദ കോർഡിനേറ്റർ ജയശ്രീ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
ചേർപ്പ് കരുവന്നൂരിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. വല്ലച്ചിറ മോസ്കോ നഗർ സ്വദേശി പൂവത്തിങ്കൽ ശിവന്റെ മകൻ 19 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. കരുവന്നൂർ രാജാക്കമ്പനിക്ക് സമീപം ശനിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അപകടം. തൃശൂർ ഭാഗത്ത് നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്നതിനിടയിലാണ് അക്ഷയ് സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. പനങ്കുളം റോഡിന് സമീപത്ത് വെച്ച് എതിരെ വന്ന ലോറിയുമായി സ്കൂട്ടർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ അക്ഷയ് സഞ്ചരിച്ച സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചേർപ്പിൽ അങ്കണവാടി കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ അങ്കണവാടി കുട്ടികൾക്കായാണ് ഫെസ്റ്റ് ഒരുക്കിയത്. ചേർപ്പ് പടിഞ്ഞാറ്റുമുറിയിലെ ഗവൺമെന്റ് JBS സ്കൂളിലായിരുന്നു കിഡ്സ് ഫെസ്റ്റ്. പഞ്ചായത്തിലെ 15, 17, 18, 19 വാർഡുകളിലെ അംഗൻവാടി കുട്ടികൾക്കായാണ് ഫെസ്റ്റ് ഒരുക്കിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റായതിനു ശേഷം ആദ്യത്തെ ഒരു പൊതുപരിപാടിയാണ്. അംഗൻവാടി കുട്ടികളുടെ പരിപാടി എൻ്റെ വാർഡിൽ പോകാൻ പറ്റി. ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിൽ പങ്കെടുത്തു. പക്ഷെ ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ ഈ പഞ്ചായത്തിൽ ഉടനീളം നടത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 4 വാർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിലും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തിയാൽ നാളുകളിലുള്ള നമ്മുടെ കുട്ടികളെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും നല്ലൊരു ഭാവി വാഗ്ദാനങ്ങളാകുന്നതിനുമൊക്കെ നമുക്ക് സാഹചര്യമുണ്ടാകും. എന്നിരുന്നാലും നമ്മുടെ ഇവിടെ 4 അംഗൻവാടികൾ കൂടി നമ്മുടെ സ്കൂളിൽ നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. PTA പ്രസിഡന്റ് നിജി തോമസ് അധ്യക്ഷയായി. പൂർവ്വ വിദ്യാർത്ഥിയും വാർഡ് മെമ്പറുമായ M സുജിത് കുമാർ മുഖ്യാതിഥിയായി. 5 അംഗൻവാടികളിൽ നിന്നായി 30ഓളം കുട്ടികൾ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. സംഘനൃത്തം, അഭിനയഗാനം, ഫാഷൻ ഷോ, നാടൻപാട്ട്, പ്രച്ഛന്നവേഷം തുടങ്ങി വിവിധ ഇനങ്ങൾ കിഡ്സ് ഫെസ്റ്റിൽ അരങ്ങേറി. പ്രധാനാധ്യാപിക VD ലതിക, പഞ്ചായത്ത് അംഗങ്ങളായ PH ഉമ്മർ, ബൈജു സെന്റ് ജോൺ, MH സജീർ, PTA അംഗങ്ങളായ ഷംനാസ്, ഷാരി ചന്ദ്രൻ, ജസീല, രഞ്ജിനി, PP നിർമ്മല, ഇന്ദുലേഖ, KA രാജി, ഗീഷ് വർഗീസ്, അബ്ദുൽ അഹദ്, സ്മേര, രേഖ, മൃദുല, രേണുകാദേവി, ശീതൾ ഹരീഷ്, വിന്ദുജ, ഷൈന, CV ആദികേശ് എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് ഓഫ് ICL ഉദ്ഘാടനവും ഇൻസ്റ്റലേഷനും നടന്നു. MCP കൺവെൻഷൻ സെന്ററിലായിരുന്നു ചടങ്ങ് നടന്നത്. മുൻ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. LACTC ഗുഡ്വിൽ അംബാസിഡറും ICL ഫിൻകോർപ്പ് CMDയും മുൻ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണറുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ മുഖ്യാതിഥിയായി. ICL ഫിൻകോർപ്പ് CEOയും ലയൺസ് ക്ലബ്ബ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുമായ ഉമാ അനിൽകുമാർ ഭദ്രദീപം തെളിയിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ICL ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ, ഇൻഡക്ഷൻ സെറിമണി, ചാർട്ടർ പ്രസന്റേഷൻ എന്നിവ മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില നിർവഹിച്ചു. സ്പോൺസർ ക്ലബ്ബായ ഇരിങ്ങാലക്കുട വെസ്റ്റ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് CJ ആൻഡോ അധ്യക്ഷനായി. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K വാര്യർ, GLT ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ്, സോൺ ചെയർമാൻ ഹാരിഷ് പോൾ, ഗൈഡിംഗ് ഷാജൻ ചക്കാലക്കൽ, ലയൺസ് ക്ലബ്ബ് ഓഫ് ICL പ്രസിഡന്റ് സാമസ് മാളിയേക്കൽ, സെക്രട്ടറി TG ബാബു, ട്രഷറർ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVH ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഗീത വിരുന്നും ചടങ്ങിൽ അരങ്ങേറി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷനായി. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജിത സലീഷ് ആദരിച്ചു. വാർഡ് മെമ്പർ ഹഷീറ ബഷീർ സമ്മാനദാനം നിർവഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ഡോക്ടർ R അനിൽകുമാർ, ഹേമ, MB ബിന്ദു എന്നിവർക്ക് സ്കൂൾ അധികൃതരും PTAയും ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു. PTA പ്രസിഡന്റ് MG ജയശ്രീ, സ്കൂൾ പ്രിൻസിപ്പൽ ദിദി, പ്രധാനാധ്യാപിക B ബീബ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും രഗാസ ഫോക്ക് മ്യൂസിക് ബാൻഡിന്റെ സംഗീത പരിപാടിയും അരങ്ങേറി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായ വിതരണം ചെയ്തത്.
KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷ ബി മുഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK അജിതകുമാരി, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, ICDS സൂപ്പർവൈസർ ദിവ്യ വിജയൻ, സോഷ്യൽ വർക്കർ ഷീജ എന്നിവർ സംസാരിച്ചു. 3.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 28 വയോജനങ്ങൾക്കും 9 ഭിന്നശേഷിക്കാർക്കുമായി സഹായോപകരണങ്ങൾ നൽകിയത്. മോട്ടോറൈസ്ഡ് വീൽചെയർ, ഹിയറിംഗ് എയ്ഡ്, വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, ഫോൾഡിംഗ് വാക്കർ തുടങ്ങിയ സഹായോപകരണങ്ങളാണ് ചടങ്ങിൽ കൈമാറിയത്. ലയൺസ് ക്ലബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ RCZC സന്ദർശനവും ക്രിസ്തുമസ് പുതുവത്സരവും ആഘോഷിച്ചു. രാധാകൃഷ്ണൻ പാതാട്ടിന്റെ വസതിയിലായിരുന്നു ആഘോഷം. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വ്യാസബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷനായി. റീജിയൻ ചെയർമാൻ പ്രസന്നൻ തറയിൽ, സോൺ ചെയർമാൻ AV ജോസഫ്, RIM സക്കറിയ, ജോസ് താടിക്കാരൻ, സെക്രട്ടറി സൂരജ് വേളയിൽ, ട്രഷറർ കാർത്തികേയൻ കുന്നുങ്ങൽ എന്നിവർ സംസാരിച്ചു. മെൽവിൻ ജോൺസ് ഫെലോഷിപ്പ് നേടിയ നവീൻ സക്കറിയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നിരവധി കലാപരിപാടികൾ അരങ്ങേറി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,875 രൂപ, പവന് 1,03,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുമ്പിള്ളിശ്ശേരി മില്ലേനിയം ക്ലബിന്റെ സിൽവർ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മെഗാ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ടൂർണമെന്റ്. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. വാർഷിക ആഘോഷത്തിൽ പ്രതിഭകൾക്കുള്ള ആദരവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രോഗികൾക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ഡയാലിസിസ് തുകയും വിതരണം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.